കോഴിക്കോട്ടെ നിപ്പ വൈറസ് ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ശേഖരിക്കാനും കേന്ദ്ര സംഘം ഇന്നെത്തും. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തുന്നത്. നിപ്പ രോഗി ചികിത്സയിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. അതേസമയം നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശിയുടെ ആരോഗ്യനില അതേപടി തുടരുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട നടപടി അത് കേന്ദ്ര സംഘം ഇന്ന് എത്തും എന്നുള്ളതാണ്. എപ്പോഴായിരിക്കും എത്തുക, എങ്ങനെയായിരിക്കും അവരുടേതായിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ രോഗിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ്? പൂജ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിപ്പ വീണ്ടും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം, നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള സംഘം ഇന്ന് എത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാഥമികമായും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ, DMO ഉൾപ്പെടെയുള്ളവരും അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായും മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുമായി വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഫറോക്കിലെ ഈ സ്വദേശിയുടെ വീടും പരിസരവും പ്രദേശവുമൊക്കെ അവർ സന്ദർശനം നടത്തും. ഇവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ, വവ്വാൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് ഈ കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സംഘങ്ങൾ എത്തിയിരുന്നു. അവർ വിശദമായ പരിശോധനയും പഠനവും ഒക്കെ നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കേന്ദ്ര സംഘം എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചികിത്സയിലുള്ള ഫറോക്ക് സ്വദേശിയുടെ ആരോഗ്യസ്ഥിതി അതേപടി തന്നെ തുടരുകയാണ്. ഗുരുതരമായ സാഹചര്യത്തിൽ തന്നെ വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്നുള്ളതാണ്. കൃത്രിമമായി ശ്വാസം നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. തലച്ചോറിൽ നീർക്കെട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ ചികിത്സയ്ക്കുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള ചികിത്സാ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 10 പേരെ കൂടി പുതുതായി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഏതായാലും പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ, നടപടികൾ ഊർജിതമായി നടക്കുകയും ചെയ്യുകയാണ്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേന്ദ്ര സംഘം നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നതായിരിക്കും.